ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്നും വന്നിരിക്കുന്നത് ഒരു ഷർട്ടുമായിട്ടാണ്. ഷർട്ടെന്ന് വെച്ചാൽ ഇത് ഇച്ചാൻ്റെ ഒരു പഴയ ഷർട്ടാണ്. ഇതിപ്പോൾ ഇച്ചാൻ ഉപയോഗിക്കുന്നില്ല, കളഞ്ഞ ഷർട്ടാണ്. അന്നേരം ഇപ്പം നമുക്ക് ഇതിൻ്റെ രൂപം മാറ്റി വേറൊരു സാധനമാക്കിയാലോ? നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു എക്യുപ്മെൻ്റ് ആക്കാം. അപ്പം ഇതെന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കപ്പം ഈ ഷർട്ടിൻ്റെ രണ്ട് കൈയും നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഇതിൻ്റെ കൈ രണ്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഏകദേശം നമ്മുടെ ആ പോക്കറ്റിൻ്റെ മേള് വരുന്ന ഭാഗം, അതായത് കൈക്കുഴിയോട് ചേർന്നുള്ള ഭാഗം വെച്ച് നമുക്ക് മേള് ഭാഗവും കട്ട് ചെയ്താൽ ഈ കട്ട് ചെയ്യുന്ന ഭാഗമൊന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല, നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇനി നമുക്കിതിൻ്റെ ഈ പോക്കറ്റ് ഒരു ബ്ലേഡ് ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ കുത്ത് പയ്യെ വിടിയിപ്പിച്ചെടുക്കാം. കാരണം പഴയ ഷർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ അല്ലാതെ കുത്തെടുക്കാൻ നോക്കുമ്പോൾ ചിലപ്പം നൂല് വലിയോ കീറുകയോ ഒക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം പയ്യെ പിടിച്ച് കൊടുത്ത് നമുക്ക് ഓരോരോ ത്രെഡ് വീതം നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് എളുപ്പം നമുക്ക് ആ പോക്കറ്റ് റിമൂവ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ആ പോക്കറ്റ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ ബട്ടൺസ് ഒന്നും വേണ്ട. അപ്പം നമുക്ക് ബട്ടൺസ് എല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ബട്ടൺസ് റിമൂവ് ചെയ്തില്ല, നമുക്ക് അവിടെ ആ ഒരു പോർഷൻസ് രണ്ടും കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് നമ്മൾ ആ ബട്ടൺസ് ഇങ്ങനെ ഇടുന്ന ആ രീതിയിൽ തന്നെ നമുക്കതിനെ കൂട്ടിയടിച്ച് എടുക്കാം. ഇപ്പം നമ്മൾ കൂട്ടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ ഒന്ന് നാലായിട്ട് ഫോൾഡ് ചെയ്യണം. നാലായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം അത് കോൺ പോലെ മടക്കിയിട്ട് അതിനെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാനത് കറക്റ്റായിട്ട് വീഡിയോ എടുത്തപ്പോൾ അത് ക്ലിയറായിട്ട് വരാഞ്ഞുകൊണ്ട് ഞാനിവിടെ കാണിച്ചു തരുന്നത് പോലെ നാലായിട്ട് മടക്കിയതിന് ശേഷം നമ്മളത് അതിൻ്റെ കോർണർ പിടിച്ച് നമ്മൾ കട്ട് ചെയ്യുവാണ്. അപ്പം നമുക്ക് റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ അകം ഫില്ല് ചെയ്യാനുള്ള സ്പേസ് ഒഴിച്ച് ബാക്കി ഫുൾ നമ്മൾ റൗണ്ടിൽ തന്നെ നമ്മൾ ആ കട്ട് ചെയ്ത ഷേപ്പിന് തന്നെ നമ്മൾ വട്ടത്തിൽ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് വട്ടത്തിലൊന്ന് അടിച്ചെടുക്കാം. Time is standing still as I let go of your cold hand. Eyes through wet the lips. നമ്മളിപ്പോൾ ഇത് വട്ടത്തിൽ റൗണ്ടിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യാനുള്ള ഒരു സൈഡിൽ ഒരു ചെറിയൊരു ഹോൾ മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ, ബാക്കി കംപ്ലീറ്റ് നമ്മൾ അടിച്ചു. ഇനിയിപ്പം ഇതാണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. വേസ്റ്റ് ക്ലോത്ത്സ് എല്ലാം ഇരുന്നത് ഞാൻ ചെറുതായിട്ട് നമ്മുടെ കട്ട് പീസസ് എല്ലാം കൂടെയാണ് നമ്മളത് എടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. അപ്പം നമുക്കിനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിൽ ഏകദേശം ഒരു സെൻറ്റർ വരുന്ന ഒരു ചെറിയൊരു സ്പേസ് ഇട്ടതിന് ശേഷം നമുക്കൊരു 3-4 ചെറിയൊരു സ്റ്റിച്ച് വട്ടത്തിൽ റൗണ്ടിൽ അടിക്കുകയൊന്നും വേണ്ട, നമ്മൾ ചെറുതായിട്ടൊരു നോട്ട് ഇട്ട് കൊടുക്കുവാണ്. അങ്ങനെ ഒരു 3 സ്റ്റിച്ചസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന്. അതിനുശേഷം നമ്മൾ ഇത് കംപ്ലീറ്റ് വേസ്റ്റ് തുണി നിറച്ച് നല്ലതുപോലെ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം. ഇതിപ്പം ഞാൻ ഏകദേശം ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് കൂട്ടി അടിക്കുവാണ്.
ഇനിയൊരു ശകലവും കൂടെ നിറയ്ക്കാനുണ്ട്. അപ്പോൾ ശകലം വേസ്റ്റ് ക്ലോത്ത് ഇരുന്നത് കൂടെ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ബാലൻസ് റൗണ്ടിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ആയപ്പോഴത്തേനും നമ്മുടെ കുഷൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പയ്യെ അതൊന്ന് കൊട്ടിയൊക്കെ ഒന്ന് കൊടുത്തു കഴിയുമ്പോഴത്തേനും അതിൻ്റെ ആ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ക്ലിയർ ആകും. ഇതിപ്പോൾ നമുക്ക് ഇരിക്കുമ്പം സ്റ്റൂളിലേക്ക് ഇട്ടിട്ടിരിക്കാനോ അല്ലെങ്കിൽ ചുമ്മാ നിലത്തൊക്കെ ഒന്ന് കിടക്കുമ്പോൾ ഒന്ന് തലവെച്ച് കിടക്കാനും ഒക്കെ നല്ലതാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് ഷർട്ട്സോ ക്ലോത്ത്സോ ഒക്കെ മതി. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരേക്കും ബൈ.